തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകം അന്വേഷണത്തിൽ തൃപ്തിയെന്ന് കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ മഞ്ജു. ജോമോന് ബിജു പണം കൊടുക്കാനുണ്ടായിരുന്നില്ല, പങ്കുകച്ചവടം പിരിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം എല്ലാം കൊടുത്തു തീർത്തുവെന്നും മഞ്ജു പ്രതികരിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇല്ല, പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ജോമോന് അർഹമായ ശിക്ഷ തന്നെ കിട്ടണം. ജോമോനും ജോമോൻ്റെ കൂട്ടാളികൾക്കും ഇതിന് പങ്കുള്ളവർക്കും. പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഷെയർ പിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. ഇച്ചിരി ഒടുക്കത്തിൽ തന്നെയായിരുന്നു അവർ. പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും ബീച്ചാറിങ്ങനെ അവനൊന്നും കൊടുക്കാനുള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, കൃത്യമായ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഭാര്യ പറയുന്നത്. എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ അവർ കൂടുതലായി വ്യക്തമാക്കുന്നത്? തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ അന്വേഷണത്തിൽ തൃപ്തി എന്നാണ് കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ മഞ്ജു പറയുന്നത്. ജോമോന് ബിജു പണം നൽകാനൊന്നും ഉണ്ടായിരുന്നില്ല, പങ്കു കച്ചവടം പിരിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം എല്ലാം കൊടുത്തു തീർത്തുവെന്നാണ് മഞ്ജു പ്രതികരിക്കുന്നത്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം. അന്വേഷണം മികച്ച രീതിയിൽ, നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പറയുന്നു. ആൽവിൻ, എന്താണ് മഞ്ജു പറയുന്നതിന്റെ ആകത്തുക? തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച ബിജുവിന്റെ ഭാര്യ മഞ്ജുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ജോമോന് ബിജു പണം കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല, പണമെല്ലാം നേരത്തെ തന്നെ കൊടുത്തു തീർത്തു എന്നുള്ളതാണ് ഇപ്പോൾ ബിജുവിന്റെ ഭാര്യ മഞ്ജു പറയുന്നത്. ബിജു ഇങ്ങനെ പണം കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യം തന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും മഞ്ജു പറയുന്നു. ജോമോന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോഴാണ് അത്തരത്തിലൊരു നേരത്തെ കൊടുക്കാനുണ്ടായിരുന്ന പണമെല്ലാം കൊടുത്തിട്ടുണ്ട്. പണവും അതോടൊപ്പം തന്നെ കേറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ടും ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ടും നടത്തിയ പങ്കാളിത്തത്തിൽ നടത്തിയ കച്ചവടമാണ്. ആ കച്ചവടത്തിൽ പിരിഞ്ഞപ്പോഴാണ് കൊടുക്കാനുണ്ടായിരുന്ന പണമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ സാധനങ്ങളും വണ്ടികളും ആയിട്ടുള്ള വാഹനങ്ങളുമായിട്ടുള്ളവ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ജോമോൻ ഒരു തവണ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഇപ്പോൾ മഞ്ജു പറയുന്നുണ്ട്. മുമ്പ് ഈ ഭീഷണി ഫോൺ വന്നപ്പോൾ തന്നെ ബിജുവിനോട് താൻ ഈ കാര്യം പറഞ്ഞിരുന്നുവെന്നും മഞ്ജു പറയുന്നു. പക്ഷേ പോലീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തിരുന്നില്ല. പക്ഷേ ജോമോൻ തന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ബിജുവിനെ കൊല്ലുമെന്നുള്ളൊരു ഭീഷണിയാണ് മുഴക്കിയതെന്നും പറയുന്നുണ്ട്. പങ്കുവച്ചവടം പിരിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കരാർ പ്രകാരം എല്ലാം തിരികെ നൽകി എന്നുള്ളതാണ് മഞ്ജു പറയുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഈ കൊലപാതകം ഉണ്ടായിരുന്ന ദിവസങ്ങളിലാണ് ഇവർ തമ്മിലുള്ള കരാർ പുറത്തു വന്നത്. ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കരാറാണ് പുറത്തു വന്നത്. ഇരുവരും പങ്കാളിത്തം പിരിഞ്ഞതോടെ ബിജു ജോമോന് നൽകാനുള്ളതെല്ലാം നൽകണമെന്നുള്ള 3 മാസത്തെ കരാറാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ആ കരാർ പ്രകാരം എല്ലാം കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആ കരാർ പ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബിജുവിന്റെ ഭാര്യ ഇപ്പോൾ പോലീസിന് മുൻപാകെ അത് അറിയുകയും ചെയ്യാം. പോലീസിന് മുൻപാകെ നടത്തിയ ഒരു കരാറാണ്. അത് പോലീസിനും വളരെ കൃത്യമായി അറിയാം. തനിക്ക് തന്റെ കുടുംബമോ ബിജുവോ ഈ ജോമോന് ഒരു പണം പോലും ഇനിയും കൊടുക്കാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ജു പറയുന്നത്. ഏതായാലും അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ബിജുവിന്റെ ഭാര്യ മഞ്ജുവിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അർഹമായ ശിക്ഷ ഒന്നാം പ്രതി ജോമോൻ ഉൾപ്പെടെയുള്ളവർക്ക് വാങ്ങി നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യവും. സ്വാതി. ശരി ആൽവിൻ, തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ അന്വേഷണത്തിൽ തൃപ്തിയെന്നാണ് കൊല്ലപ്പെട്ട ബിജുവിന്റെ ഭാര്യ മഞ്ജുഷ പറയുന്നത്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്നും മഞ്ജുഷ പറയുന്നു.